നമ്മുടെ കൂടെയുള്ള വർക്കേഴ്സിനെ ടെക്നീഷ്യന്മാരായിട്ട് വിളിച്ചെത്തി അവർ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ഇന്ന് സെലക്ട് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യണം. ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ. അതാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. ഈ മൈക്കിന്റെ മുമ്പിലൊക്കെ ഒന്ന് ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്ന എൻ്റെ ലൈഫിലാണ് എനിക്ക് ഈ എക്സ്പീരിയൻസ് തന്നതിന്, ഇവിടെ നിങ്ങളെല്ലാം പരിചയപ്പെടാൻ പറ്റിയത്, പിന്നെ ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുള്ള വലിയ സന്തോഷത്തോട് ഞാൻ ഇന്ന് തോന്നുന്നു. നമസ്കാരം. ഞാൻ തൃശ്ശൂരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്നിങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു സ്പീച്ചിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ബിപിൻ സാറാണ് ഇതിനെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് വളരെയധികം ഭംഗിയായി സന്തോഷപൂർവ്വം കൊണ്ട് നടക്കാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. ഈ പരിപാടിയിൽ വന്നപ്പോൾ ആദ്യം ഞാൻ ചേർത്തത്ര ശരിയാവില്ലാന്നാണ് ഉദ്ദേശിച്ചത്. തുടക്കം പറയാ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എന്ത് പ്രത്യേക കാര്യം സംസാരിക്കാൻ പ്രാക്ടീസ് പോലെ നോക്കില്ലേ കറക്റ്റ് ഉണ്ടാകുന്നതാണ്. പിന്നെ മനസ്സിലായി 1200 എഴുത്തിന് കഴിഞ്ഞ് പറഞ്ഞ് നമുക്ക് തെറ്റ് പഠിക്കാം, പ്രസംഗിക്കാനുള്ള എത്തിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് ഇപ്പോൾ സ്റ്റേജിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, ആളുകളായിട്ട് സംസാരിക്കുന്ന അവസരം എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതാണ്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണും. ആളുകളായിട്ട് ഫസ്റ്റ് തന്നെ വന്നപ്പോൾ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അതായത് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. വലിയൊരു ഭാഗ്യമായിട്ട് കാണും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള ക്ലാസ് വളരെ ഭംഗിയുള്ളതായിരുന്നു. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കുറച്ച് ഭയമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ക്ലാസ്സാണ്. പ്രസംഗിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യങ്ങളല്ലല്ലോ. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് അറിയണം. പിന്നെ സാറ് പറഞ്ഞ പോലെ അത് ഒരുപാട് വായനാശീലങ്ങൾ നമ്മൾ വളർത്തണം. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി ഞാൻ പഠിച്ചത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞ് ഞാൻ ഉൾക്കൊണ്ടു. എനിക്ക് വളരെ സന്തോഷമായി. രണ്ടാമത് ദൈവൻ്റെ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായി കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ സെഷൻ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചപ്പോൾ നല്ല പുതിയ കണ്ടന്റെല്ലാം കൊടുത്ത് എല്ലാവരെയും ഉത്സാഹിപ്പിച്ച് നല്ല ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ് വരുമ്പോഴത്തെ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇനിയും ഇതുപോലെ ബിപിൻ സാറിൻ്റെ ഓരോരോ ഇതുകൾ നന്നായിട്ടുണ്ട്. ഞാൻ അടുത്തതിലും ഇതിനേക്കാളും നന്നായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആദ്യമായി നന്ദി പറയുന്നത് ബിപിൻ സാറിനാണ്. എന്താണെന്ന് വെച്ചാൽ വന്ന ക്ലാസ് ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാ അംഗങ്ങളും വളരെ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള മെയിൻ പോയിന്റ് ഞാൻ പറയട്ടെ. രണ്ടാമതായിട്ട് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്, ഞാൻ എൻ്റെ മോൾക്ക് പോലും കൊടുക്കുന്ന 2 വയസ്സാണ്. നമുക്കില്ലാത്ത ചില കഴിവുകൾ വേറെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് അബ്സോർബ് ചെയ്താൽ നമുക്കും കുറേ കൂടെ മെച്ചപ്പെടാം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തന്നെ സെയിമായിട്ട് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവിടെയുള്ള എല്ലാ അംഗങ്ങളുടെയും സ്പീച്ച് കേൾക്കുമ്പോൾ അവരവരുടെ കയ്യിൽ നിന്ന് ഓരോ കൺസെപ്റ്റ് നമുക്ക് കേൾക്കാനും അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിച്ച ഒരു നല്ല അവസരമായിട്ട് ഞാൻ ഇതിനെ ഇവിടെ വിനിയോഗിക്കുന്നു. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എനിക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ വന്ന് ഓരോരോ പ്രോഗ്രാംസ് സാർ പറയുന്ന പോലെ ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇതേപോലെ എല്ലാവരുടെയും വന്ന് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സ്പീക്കിംഗ് സ്കിൽസും ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മുടെ സെഷൻസ് ചെയ്യാൻ പോവുകയാണ്. പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് വലിയൊരു മഹത്തായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം പറഞ്ഞാൽ നമ്മൾ വലിയൊരു സമുദ്രത്തിന്റെ അരികത്ത് പോയിരുന്ന് സമുദ്രം നോക്കി പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ രൂപത്തിലാണ്. കാരണം അത്രയും വലിയ സമുദ്രം കണ്ടിട്ട് പകച്ചു നിൽക്കുന്ന ഒരു കുട്ടി. അപ്പൊ എന്തുമാത്രം അതിനെക്കുറിച്ച് ആ കുട്ടിക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മളൊക്കെ അതിന്റെ ശിശുക്കളാണ്, വിദ്യാർത്ഥികളാണ്. ഇത് ലോകത്ത് ഏതൊരു ഫീൽഡിലും വിജയിക്കാൻ പബ്ലിക് സ്പീക്കിംഗ് എന്നൊരു കലയില്ലാതെ മനുഷ്യന് സാധിക്കുകയില്ല. എല്ലാവരുടെ ഉള്ളിന്റെ ത്വരയുണ്ട്.
മറ്റുള്ളവരോട് 10 പേരുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കണം, കൺവിൻസ് ചെയ്യണം, പാട്ട് പാടണം, നൃത്തം ചെയ്യണം, ഡാൻസ് ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം. ഈവൻ ഒരു വെളുത്തിനെ കണ്ടാൽ പോലും നമുക്ക് തോന്നും അതുപോലെയൊക്കെ നമുക്കൊന്നും ആവാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹങ്ങളാണ്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെട്ടു തന്നെ ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാത്തവർക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. എല്ലാവരും ഇതിന്റെ വിജയ കിരീടം എല്ലാ നിലയ്ക്കും ഉയർന്ന തലത്തിലേക്ക് എല്ലാ കഴിവുള്ള വ്യക്തികളായിട്ട് സമൂഹത്തിലെ നല്ല ശേഷിയുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഹലോ, നമ്മുടെ ഈ പ്രസംഗ പരിശീലനം ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് ഈ മൈക്കിന്റെ ഫ്രണ്ടിലൊക്കെ നിന്നുകൊണ്ടിരുന്നത് ഫസ്റ്റ് സമയങ്ങളിൽ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിന് വീണ്ടും ഞാൻ പറയുന്നത്, നമുക്ക് എന്താണ് പേടിയുള്ളത് അത് തന്നെ നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്തിനേയും മറികടക്കാൻ പറ്റും. കാരണം ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ നിങ്ങളെടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഇവിടെയൊക്കെ പലരും എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നിൽക്കല്ല, നമ്മുടെ ഒട്ടു വരയ്ക്കുന്ന ഒരു ഫീൽ നമുക്ക് പറയാൻ പറ്റുന്ന, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വരുന്ന ആശയങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ ഒന്ന് പറയാൻ നേരത്ത് ഓഡിയൻസിന് ഫേസ് ചെയ്യാനോ നമുക്കത് സംസാരിക്കാനുള്ള പല കാര്യങ്ങൾ നമ്മൾ മറന്നു. പക്ഷെ ഇപ്പൊ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എന്തിനേയും പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഭയത്തെ മറികടക്കാനും നമുക്ക് നേതൃത്വ ഗുണം ഉണ്ടാവാനും ഒക്കെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് 4 ആളുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ ധൈര്യത്തോടെ സംസാരിക്കണം, ഇതിനൊക്കെ ഫിയർ മാറും, നമുക്ക് ആത്മവിശ്വാസം കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ നേതൃത്വ ഗുണമുള്ളവരായി മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിപിൻ സർ, ലീഡേഴ്സ് ആൻഡ് മാസ്റ്റർ മൈൻഡിലെ അംഗങ്ങൾ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വേദി നമ്മുടെ ഓരോരുത്തരുടെയും ഷേപ്പ് ചെയ്ത് നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് പഴയ ആൾക്കാർ വിദ്യാഭ്യാസം ആനയും എടുക്കുന്നതാണ് പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അഭ്യസിച്ച് നമ്മൾ ഇത് സ്വായത്തമാക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതിന് സർവേശ്വരൻ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. നന്ദി, നമസ്കാരം.